അഷ്റഫ് ഹക്കീമി അടക്കമുള്ള മൊറോക്കൻ താരങ്ങൾ മാനെയ്ക്ക് കൈകൊടുത്ത് അയാളുടെ സ്പോർട്സ്മാൻഷിപ്പിന് നന്ദി അറിയിച്ചു. 13 മിനിറ്റിന് ശേഷം മത്സരം പുനരാരംഭിച്ചു. എൽ നസ്രിയുടെ കൈകളിലായിരുന്നു പന്ത്. 5 ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഗോളടിക്കുന്ന ആദ്യ മൊറോക്കൻ താരമെന്ന നേട്ടത്തിലെത്താമായിരുന്നു നസ്രിക്ക്. പക്ഷേ പന്ത് അദ്ദേഹം ബ്രാഹിം ഡയസിന് കൈമാറി. ഹീറോ ആവാമായിരുന്ന അവസരം ഒരു ലാഭേച്ഛയുമില്ലാതെ മറ്റൊരാൾക്ക് അയാൾ വിട്ടു നൽകി. സെനഗൽ ഗോളി എഡ്വാർഡ് മെൻഡി പലതരം പ്രകോപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനയാൾക്ക് മഞ്ഞക്കാടിന്റെ ശിക്ഷയും കിട്ടി. ബ്രാഹിം ഡയസിന്റെ മുഖത്ത് ആശങ്കകൾ ഉരുണ്ടുകയറി. മെൻഡി കാണിച്ച കോപ്രായങ്ങൾക്ക് മറുപടി നൽകാമെന്ന കണക്കുകൂട്ടലിൽ ഒരു കീപ്പറെ തീർത്തും അവഹേളിക്കുന്നൊരു പന്തെത്തിക്കാമെന്ന് ബ്രാഹിം മനസ്സിൽ പറഞ്ഞു. ഒരു അന്ത്യപ്രലോഭന നിമിഷത്തിൽ പനേങ്കയാണ് അയാൾ തിരഞ്ഞെടുത്തത്. മെൻഡി അനായാസം അത് കൈക്കലാക്കി. ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തി അയാളുടെ ദൈവത്തോട് നന്ദി പറഞ്ഞു. എവേ ഗ്രൗണ്ട് ആയിരുന്നിട്ട് പോലും സെനഗലിന്റെ ആർപ്പുവിളിയിൽ ആ സ്റ്റേഡിയം മുങ്ങി. ഇനി 30 മിനിറ്റ് എക്സ്ട്രാ ടൈം. പാപ്പേഗോയുടെ ഒരു അതിശയ പന്തിൽ ആ വിധി പൂർത്തിയായി. മാനയിലൂടെ തുടങ്ങിയ പന്തിനെ പരിചയസമ്പന്നനായ അഷ്റഫ് ഹക്കീമിയെയും മറികടന്ന് പാപ്പേഗോയെ തൊടുത്തൊരു ഇടങ്കാലൻ ബുള്ളറ്റ് ബോനുവിനും തടയാനായില്ല. 2025 മാർച്ചിനു ശേഷം മൊറോക്കോ ഓപ്പൺ പ്ലേയിൽ വഴങ്ങുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. മൊറോക്കോയുടെ പിന്നീടുള്ള ശ്രമങ്ങൾ മെൻഡിയും ഇടയ്ക്കൊരു ക്രോസ് ബാറും വിഫലമാക്കി. അത് സെനഗൽ ജയിച്ചോട്ടെ എന്ന മട്ടിൽ മുകളിലൊരാൾ നിയന്ത്രിക്കുന്നുവെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. റഫറിയുടെ ലോങ് വിസിൽ. ഏറെ നാൾ നീണ്ട ഒരു യുദ്ധം അവസാനിപ്പിച്ച യോദ്ധാവിൻ്റെ മുഖം പോലെ തോന്നി റഫറി ജീൻ ഡാക്കസ് നദാലയ്ക്കപ്പോൾ. സാദിയോ മാനെ ആവേശത്താൽ ആ ഗ്രൗണ്ടിലൂടെ ഓടി. മഴത്തുള്ളികൾ അയാളെ അനുഗ്രഹിച്ചു. മുട്ടുകുത്തി നിന്ന് അയാൾ അലറി വിളിച്ചു. ഇടയ്ക്ക് കരഞ്ഞു, ഇടയ്ക്ക് ചിരിച്ചു. ഇനി പ്രസന്റേഷൻ സെറമണിയാണ്. ഇൻഫാന്റിനോയ്ക്കൊപ്പം കാലിബൗലിയാണ് ട്രോഫിയുമായി വന്നത്. അയാളത് മാനേക്ക് കൈമാറി. മാനെയല്ലാതെ മറ്റാരാണ് അത് ഉയർത്തേണ്ടത്? സഹതാരങ്ങളുടെ ചുവടുകളിലും പാട്ടുകളിലും മാനെ ട്രോഫി ഉയർത്തി. മാനെയെയും ആ ട്രോഫിയെയും സഹതാരങ്ങളും ഉയർത്തി. കിരീടത്തോളം മൂല്യം അയാൾക്കുണ്ട്. അയാളും ആകാശത്തോളം ഉയരണം.